നമസ്കാരം. കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. എൻകൺ മുരുകൻ അമ്പലമുള്ളത് തഞ്ചാവൂരിനടുത്തുള്ള തിരുവാരൂർ എന്ന ഗ്രാമത്തിലാണ്. എൻകൺ മുരുകൻ്റെ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ശില്പിക്ക് 2 കൈകളിലെ തള്ളവിരലുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2 കണ്ണുകളും കാണില്ലായിരുന്നു. ശില്പി തൻ്റെ മകളുടെ സഹായത്തോടു കൂടിയാണ് എൻകൺ മുരുകൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയത്. മുരുകൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അവിടെ സ്ഥാപിച്ചപ്പോൾ ശില്പിക്ക് താൻ നഷ്ടപ്പെട്ട 2 കണ്ണുകൾ തിരിച്ചു കിട്ടുകയും അതേപോലെ തന്നെ തള്ളവിരലുകൾ വരികയും ചെയ്തു. അരുണഗിരിനാഥർ എൻകൺ മുരുകനെ പ്രാർത്ഥിച്ച് എഴുതിയ തിരുപ്പുകൾ നമ്മൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ കണ്ണുകൾ ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറുകയും അതുപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ മാറുകയും ചെയ്യും എന്നാണ് വിശ്വാസം. എൻകൺ മുരുകനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ശില്പി ആദ്യമായി ഉണ്ടാക്കിയത് ശിക്കലിലുള്ള അമ്പലത്തിലെ വിഗ്രഹമായിരുന്നു. അത് കണ്ട അന്ന് ഭരിച്ചിരുന്ന ചോള രാജാവ് ശില്പിയുടെ കൈകളിലെ 2 കട്ടവിരലുകളും മുറിച്ചു മാറ്റുകയും ഇനി ശില്പി ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള മുരുകൻ്റെ വിഗ്രഹം വേറെ എവിടെയും പണിതു കൊടുക്കാൻ പാടില്ല, തൻ്റെ രാജ്യത്തിൽ മാത്രമേ അങ്ങനെ ഒരു ശില്പം ഉണ്ടാവാൻ പാടുകയുള്ളൂ എന്നുള്ള കൽപ്പനയും കൂടി ആജ്ഞാപിച്ചാണ് ഇങ്ങനെ പ്രവൃത്തി ചെയ്തത്. പക്ഷെ ശില്പി മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് തൻ്റെ തള്ളവിരലില്ലാത്ത കൈകൾ കൊണ്ട് തന്നെ മറ്റൊരു മുരുകൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ എട്ടിക്കുടിയിൽ പ്രതിഷ്ഠ ചെയ്തു. അത് കേട്ട ചോള രാജാവ് ശില്പിയുടെ 2 കണ്ണും പൊട്ടിക്കാനായി ആജ്ഞാപിക്കുകയും അതനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്തു. പക്ഷേ മുരുകഭക്തനായ ശില്പിക്ക് വീണ്ടും ഒരു ശില്പം ചെയ്യാനായി ഭഗവാൻ തോന്നിക്കുകയും അതിനനുസരിച്ച് ശില്പി തൻ്റെ മകളുടെ സഹായത്തോടു കൂടി ഒരു വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്തു. വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ മകളുടെ കയ്യിൽ ഉള്ളി തട്ടുകയും ചോര ശില്പിയുടെ കണ്ണിലേക്ക് തെറിക്കുകയും ചെയ്തു. അതോടുകൂടി ശില്പിക്ക് കണ്ണുകൾ കാണാൻ തുടങ്ങി. ശില്പി വിഗ്രഹം പൂർത്തിയാക്കി എൻകൺ എന്ന സ്ഥലത്തിൽ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു. അതറിഞ്ഞ ചോള രാജാവ് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശില്പിയോട് മാപ്പ് പറയുകയും ചെയ്തു. ഏവർക്കും എൻകൺ മുരുകൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.